നമസ്കാരം. നമ്മുടെ രാജ്യത്ത് ആളുകൾ ഏറ്റവും കൂടുതൽ ആശ്രയിക്കുന്ന പൊതുഗതാഗതം ഒരുപക്ഷെ ട്രെയിനാകാം. ബ്രിട്ടീഷ് ഭരണകാലത്താണ് ഇന്ത്യൻ റെയിൽവേ സ്ഥാപിതമാകുന്നത്. ആദ്യത്തെ ട്രെയിൻ മുംബൈയിലെ ബോറി ബന്ദറിനും താനെക്കും ഇടയിലാണ് ഓടുന്നത്. 34 കിലോമീറ്റർ ദൂരമായിരുന്നു ആദ്യ യാത്ര. ഒരു വർഷത്തിന് ശേഷം കൊൽക്കത്തയിൽ ട്രെയിൻ ഗതാഗതം ആരംഭിച്ചു. 1873 മദിരാശിയിലെ സെൻട്രൽ സ്റ്റേഷൻ നിർമ്മിക്കുന്നത്. 870 ഇന്ത്യയിലെ പ്രധാന തുറമുഖ നഗരങ്ങളായ എല്ലാ നഗരങ്ങളെയും തീവണ്ടി ഗതാഗതം ബന്ധിപ്പിച്ചു. ബോംബെ, മദ്രാസ്, കൊൽക്കത്ത എന്നിവിടങ്ങളിൽ നിന്നും ഇന്ത്യയിൽ അന്ന് നിലനിന്നിരുന്ന നാട്ടുരാജ്യങ്ങൾ തീവണ്ടിപ്പാതകൾ നിർമ്മിച്ചു. അസം, രാജസ്ഥാൻ, ആന്ധ്രാപ്രദേശ് എന്നിവിടങ്ങളിലേക്കും തീവണ്ടി പോകാൻ തുടങ്ങി. 1947 ഇന്ത്യ സ്വാതന്ത്ര്യം നേടിയ ശേഷം റെയിൽവേ ഇന്ത്യൻ സർക്കാരിൻ്റെ നിയന്ത്രണത്തിലായി. പിന്നീട് ഇന്ത്യൻ റെയിൽവേ വളരെയധികം വികസിച്ചു. നെറ്റ്വർക്കുകൾ വിപുലീകരിച്ചു. ട്രെയിനുകൾ ആധുനികവും കാര്യക്ഷമവുമായി. ഇന്ന് ഇന്ത്യൻ റെയിൽവേ ലോകത്തിലെ ഏറ്റവും വലുതും ഏറ്റവും തിരക്കേറിയതുമായ റെയിൽവേ നെറ്റ്വർക്കുകളിൽ ഒന്നാണ്. ഏത് ട്രെയിനാണെങ്കിലും യാത്ര ചെയ്യണമെങ്കിൽ പണമടച്ച് ടിക്കറ്റ് എടുത്താലേ പറ്റൂ എന്ന് നമുക്കറിയാം. പക്ഷേ യാത്രക്കാർക്ക് തികച്ചും സൗജന്യമായി യാത്ര വാഗ്ദാനം ചെയ്യുന്ന ഒരു ട്രെയിനുണ്ട് നമ്മുടെ രാജ്യത്ത്. അതും കഴിഞ്ഞ 73 വർഷമായി നമ്മുടെ രാജ്യത്ത് ആ ട്രെയിൻ പ്രവർത്തിക്കുകയാണ്. കേൾക്കുമ്പോൾ ആശ്ചര്യം തോന്നാം, പക്ഷേ സംഭവം സത്യമാണ്. ഫക്ര നംഗൽ ട്രെയിൻ എന്നാണ് ഇത് അറിയപ്പെടുന്നത്. ട്രെയിനിലെ യാത്ര തികച്ചും സൗജന്യമാണ്. പഞ്ചാബിൻ്റെയും ഹിമാചൽ പ്രദേശിൻ്റെയും അതിർത്തികളിലൂടെയാണ് ഈ ട്രെയിൻ സർവീസ് നടത്തുന്നത്. 25 ഗ്രാമങ്ങളുടെയും 300ഓളം യാത്രക്കാരുടെയും പ്രധാന ആശ്രയമാണ് ഇന്ന് ഈ ട്രെയിൻ. മലനിരകൾക്കിടയിലൂടെയുള്ള 13 കിലോമീറ്റർ ദൂരമാണ് ട്രെയിൻ സഞ്ചരിക്കുന്നത്. അതിൽ പ്രധാനമായും വിദ്യാർത്ഥികളും വിവിധ തൊഴിൽ മേഖലകളിൽ നിന്നുള്ള തൊഴിലാളികളുമാണ് സവാരി ചെയ്യുന്നത്. ട്രെയിൻ സർവീസിൻ്റെ മേൽനോട്ടം വഹിക്കുന്നത് ഫക്ര ബിയാസ് മാനേജ്മെൻറ്റ് ബോർഡാണ്. 2011 ട്രെയിൻ ഓടിക്കാൻ വേണ്ടി വരുന്ന ചെലവ് കണക്കിലെടുത്ത് സൗജന്യ സേവനം അവസാനിപ്പിക്കുവാൻ ഒരാലോചന ഉണ്ടായിരുന്നു. ഒരു വരുമാന സ്രോതസ്സ് എന്നതിനേക്കാൾ കൂടുതലായി നമ്മുടെ പാരമ്പര്യത്തിൻ്റെ ചരിത്രത്തിൻ്റെ ഭാഗമായ ആ ട്രെയിൻ നിർത്തുവാൻ അവർക്ക് മനസ്സ് വന്നില്ല. 1948 ഫക്ര നംഗൽ റെയിൽവേ പാത പൂർത്തിയായത്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ സ്ട്രെയിറ്റ് ഗ്രാവിറ്റി അണക്കെട്ടായ ഫക്ര നംഗൽ അണക്കെട്ട് നിർമ്മിക്കുന്ന സമയത്താണ് ഇതിൻ്റെ സർവീസ് ആരംഭിക്കുന്നത്. പ്രദേശവാസികളെയും തൊഴിലാളികളെയും കൊണ്ടുപോകുന്നതിനായിരുന്നു ഇത് ഉപയോഗിച്ചിരുന്നത്. അണക്കെട്ടിൻ്റെ നിർമ്മാണം 1963 പൂർത്തിയായി. ട്രെയിൻ ആദ്യം സ്റ്റീം എഞ്ചിനുകൾ ഉപയോഗിച്ചാണ് ഓടിയിരുന്നത്. പിന്നീട് 1953 അമേരിക്കയിൽ നിന്ന് 3 പുതിയ എഞ്ചിനുകൾ കൂടി ഇറക്കുമതി ചെയ്തു. ട്രെയിൻ ഇപ്പോഴും 60 വർഷം പഴക്കമുള്ള ആ പഴയ ട്രെയിൻ എഞ്ചിൻ ഉപയോഗിച്ച് തന്നെയാണ് ഓടുന്നത്. എഞ്ചിൻ മണിക്കൂറിൽ 18 മുതൽ 20 ലിറ്റർ ഡീസലാണ് ഉപയോഗിക്കുന്നത്. കൊളോണിയൽ കാലത്തെ തടി ഉപയോഗിച്ചാണ് ട്രെയിനിലെ ബെഞ്ചുകൾ നിർമ്മിച്ചിരിക്കുന്നത്. നംഗൽ റെയിൽവേ സ്റ്റേഷനിൽ നിന്ന് രാവിലെ 7:05 പുറപ്പെടുന്ന ട്രെയിൻ രാവിലെ 8:20 ഫക്രയിൽ എത്തിച്ചേരും. അതേ ദിവസം വീണ്ടും നംഗലിൽ നിന്ന് 3:05 പുറപ്പെട്ട് 4:20 ഫക്രയിൽ തിരിച്ചെത്തിച്ചേരും. കാലത്തിൻ്റെ പാതയിൽ മാറ്റങ്ങൾ വരാറുണ്ട്. എങ്കിലും കഴിഞ്ഞ 73 വർഷം പോലെ തന്നെ ഇനി എന്നും ഫക്ര നംഗൽ ട്രെയിൻ ഒരു മാറ്റവുമില്ലാതെ കുതിച്ചു പായുമെന്ന് നമുക്ക് പ്രത്യാശിക്കാം. വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്.